സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ നമ്മൾ അൽഫാമിൻ്റെ ഒപ്പം ഷവർമയുടെ റോളായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുബൂസ് ആണ് കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈസ്റ്റ് പുളിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. കണ്ടോ, നമ്മുടെ ഈസ്റ്റ് പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം വലിപ്പമുള്ള 6 എണ്ണം ഉണ്ടാക്കാൻ കഴിയും ഈ മൈദ കൊണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇതില്ലാത്തവർക്ക് ഒഴിവാക്കാം. വേണമെങ്കിൽ ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കുബൂസിന്. പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഡോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിനേക്കാളും സോഫ്റ്റായിട്ട് കിട്ടണം നമ്മുടെ ഡോ. അതിനുശേഷം ഇതുപോലെ എണ്ണ തടവി അടച്ച് സൂക്ഷിക്കുക. ഒന്നുകിൽ നനഞ്ഞ തുണി ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചാലും മതി. ഇനി ഒരു 2 മണിക്കൂറെങ്കിലും അനങ്ങാതെ വെച്ചാൽ മാത്രമേ ഇത് പുളിച്ചു പൊങ്ങുകയുള്ളൂ. എനിക്കിവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് 4 മണിക്കൂറോളം എടുത്തു. നാട്ടിലൊക്കെ 2 മണിക്കൂറോളം മതിയാവും. ഈ മാവ് പുളിച്ച് ഇരട്ടിയായ ശേഷമാണ് നമ്മൾ പരത്താൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇരട്ടിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതാ കണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഇരട്ടിയായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളായി മുറിച്ച് മാറ്റാം. അതിനുശേഷം ഓരോന്നായി എടുത്ത് പരത്തണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ് ഇതിനും പരത്തുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, ഇതിന് മിനിമം ഈ കട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പം എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഒരു തവ അടുപ്പത്ത് വയ്ക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ലെവലായിരിക്കണം കേട്ടോ. തീരെ ലോ ഫ്ലെയിം ആണെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് പൊങ്ങത്തില്ല. കുബൂസ് ഈ പാനിലിട്ട ശേഷം ഒരു 20 സെക്കൻഡ് കഴിഞ്ഞ് മറിച്ചിടണം. ഇതുപോലത്തെ വെളുത്ത കുത്തുകളൊക്കെ ഉണ്ടായിരിക്കണം. അതിന് ശേഷം 20 സെക്കൻഡിന് ശേഷം മറിച്ചിടുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലത്തെ ചെറിയ കുമിളകൾ വരുന്നത്. അതിനുശേഷം വീണ്ടും മറിച്ചിടുക. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ടോ പൊങ്ങി വന്നത്. നമ്മുടെ കുബൂസ് റെഡിയായി. ഇങ്ങനെ ഇതുപോലെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം.
നമ്മുടെ കുബൂസ് എല്ലാം ചുട്ട് കഴിഞ്ഞു. ദേ കണ്ടോ, ആവി പടക്കുന്ന കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇങ്ങനെ 2 പാളികളായിട്ട് അതിൻ്റെ ഉള്ളിൽ. ഇനി ഇത് അൽഫാമിൻ്റെ ഒപ്പോ ഷവർമയുടെ റോളായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ കുബൂസ് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.